ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ വീക്കെൻഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് മൺഡേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മക്കളെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഇപ്പം ഞങ്ങൾ പതിവായിട്ട് നടക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ അവിടുത്തെ പന്തലാണ് ഈ കാണുന്നത്. പക്ഷെ ഞങ്ങളിങ്ങനെ ടേൺ ചെയ്ത് ഈ വഴി കൂടിയാണ് പോകണം. ഇവിടെ ആകുമ്പോൾ വലിയ തിരക്ക് ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ വഴി ഓണായി വരാൻ കുറച്ച് ടൈം എടുക്കും. ഞങ്ങൾ നെട്ടൂർ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര ഐശ്വര്യമുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്പലങ്ങളൊക്കെ, അത് ഞങ്ങളുടെ നെട്ടൂരുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ മോർണിംഗ് വാക്കിന് ഇറങ്ങിയപ്പോൾ ഞാൻ പറയാമായിരുന്നു ഇത്രയും ഭംഗിയുള്ള നാട്ടിലാളായിരിക്കാം നമ്മൾ താമസിക്കണേന്ന്. നല്ല രസമാണ് രാവിലെ തന്നെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഓരോ ദിവസവും അതുകൊണ്ട് ഓരോ വഴികളാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോണ വഴിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ആളുകൾ ബഹളം തിരക്കൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മുടെ പള്ളി കണ്ട നമ്മുടെ നെട്ടൂർ. ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് കസിൻസൊക്കെ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നെട്ടൂർ ജംഗ്ഷനൊക്കെ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. കാരണം അമ്പലത്തിൻ്റെ അടുത്ത് പള്ളീൻ്റെ അടുത്ത് നിന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ നാട്ടിൽ ചുറ്റും അമ്പലവും അതുപോലെ തന്നെ പള്ളികളുമാണ്. നടന്ന് നമ്മളങ്ങനെ ഈ വഴീൻ്റെ തന്നെ എൻഡിലെത്തി. ഇനി അങ്ങോട്ടേക്കൊന്നുമില്ല, അവിടെ പുഴയാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോ, ഇത് പണ്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നില്ലേ, പണ്ടല്ല കുറച്ചായിട്ടുള്ളൂ, നെട്ടൂർ കുറച്ച് ഫ്ലാറ്റൊക്കെ പൊളിച്ചെന്ന് പറഞ്ഞാൽ. ഞാൻ നിൽക്കണ ഈ ഏരിയയിൽ ഒരു വലിയൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഞാനിപ്പോഴാണ് ഈ ഏരിയയിലേക്കൊക്കെ വരണം തന്നെ. ഞാൻ പറഞ്ഞില്ലേ വാക്കിംഗ് ഓരോരോ സ്ഥലം മാറ്റി കൊണ്ടിരിക്കുമ്പോഴാണ് നെട്ടൂർ തന്നെ കുറേ സ്ഥലങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇനി കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ തിരിച്ച് നടന്നു. എല്ലാവരും പല തിരക്കുകളൊക്കെ കൊണ്ട് നമുക്ക് പ്രോപ്പർ എക്സസൈസ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ മോർണിംഗ് വാക്ക് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. നമ്മളെ മൈൻഡ് അതുപോലെ തന്നെ ബോഡി ഒക്കെ ഭയങ്കര റിഫ്രഷായി എനിക്കത് ഫീൽ ചെയ്ത് തുടങ്ങി. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ചായക്കടയാണ്. പുള്ളി രാവിലെ റേഡിയോ ഒക്കെ വെച്ച് ഓണായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങളുടെ ജംഗ്ഷൻ എത്തി. ഇതാണ് SN ജംഗ്ഷൻ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പാലൊക്കെ വാങ്ങിച്ചിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ വാക്കിന് ഇറങ്ങിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടായിരുന്നിരുന്ന. കാരണം ഇന്ന് മക്കളെ വിടാൻ ലേറ്റായി. വണ്ടിക്കാരൻ അവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ മക്കളായിട്ട് ഓടിപ്പോയതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അടിപൊളി ഹാപ്പി ആയിട്ടിരിക്കുക. ഹാവ് എ നൈസ് ഡേ. ബൈ.